ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്കറിയാം ഡാറ്റ, വൈഫൈ, അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ പുതിയ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം നമ്മുടെ ഫോൺ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു കോൾ ചെയ്യും, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം പോലെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻ നോക്കും. ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മുടെ ഫോണിൽ വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മളെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടായിരിക്കും. ഇല്ല എങ്കിൽ ഇതെങ്ങനെ ഈ ഒരു സെറ്റിങ്സ് വരുത്താമെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ, ഇതുപോലെ സോങ് സെർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ഓപ്ഷൻ നമുക്ക് വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗമെന്നും അതുപോലെ ഇതില്ല എങ്കിൽ ഇതെങ്ങനെ വരുത്താമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, നമ്മൾ ചില പാട്ടുകൾ നമുക്ക് അറിയാത്ത ഏതെങ്കിലുമൊക്കെ സോങ്ങുകളാണ് എങ്കിൽ നമുക്ക് അത് മാത്രം, നമുക്ക് ആ ഒരു മ്യൂസിക് ഏതെങ്കിലും അതിലൊരു വരി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂളി കൊടുത്താൽ മതി. നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു വരി, നമുക്ക് പെട്ടെന്നൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഏതാണ് ആ പാട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അതിൽ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു വരി നമ്മളൊന്ന് ജസ്റ്റ് മൂളി കൊടുത്താൽ മതി. ആ പാട്ട് ഏതാണെന്നും അതിൻ്റെ ഫുൾ സോങ്ങും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഇത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നമുക്ക് ചില പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഇതിൻ്റെ ഫുൾ സോങ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇത് കണ്ടുപിടിക്കുമെന്ന്. നമ്മളത് ഫുള്ളായിട്ട് പാടി കൊടുക്കണമെന്നില്ല. നമ്മൾ ഏതെങ്കിലും അതിലൊരു വരി നമ്മളൊന്ന് ജസ്റ്റ് മൂളി കൊടുത്തു കഴിഞ്ഞാൽ അതുമായി മാച്ച് ചെയ്യുന്ന എല്ലാ സോങ്ങുകളും നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴോട്ട് ഡൗൺ ചെയ്യുകയാണ്. ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ സൈഡിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോങ് സെർച്ച് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വരുന്നില്ല എങ്കിൽ എങ്ങനെ വരുത്താമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സോങ് സെർച്ച് എന്നതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. കണ്ടില്ലേ? ഇത് നമുക്ക് ഏത് പാട്ടാണ് ഇവിടെ വേണ്ടത് എന്ന് ഇതിലൂടെ നമ്മൾ മൂളി കൊടുക്കുകയോ പാടി കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആ ഒരു സോങ്ങിൻ്റെ വരി നമ്മളിവിടെ മൂളി കൊടുത്തു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നമുക്ക് ഏതാണ് ആ പാട്ടെന്നും ഏകദേശം എത്രത്തോളം മാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു മൂളിനോടോ അല്ലെങ്കിൽ ഒരു പാട്ടിനോടോ അല്ലെങ്കിൽ മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ കേൾപ്പിച്ച് കൊടുക്കുകയോ എന്ത് വേണമെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള സോങ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഒരു പാട്ട് ഇവിടെ മൂളുകയാണ്. അപ്പോൾ ആ പാട്ട് നമുക്ക് വരുമെന്ന് നോക്കാം. നോക്കണ്ടില്ലേ, 10% മാച്ച് ആയിക്കൊണ്ട് ആ ഒരു മുകളിനോട് 10% മാച്ച് ആയിട്ടുള്ള ആ പാട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നീലവാന ചോലയിൽ നിന്നുള്ള ആ ഒരു പാട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് സോങ്ങുകളും പാടാൻ അറിയില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ മൂളി കൊടുത്താൽ മതി. പാടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടും. മൂളുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ശതമാനം 10% മാച്ച് ആയിട്ട് തന്നെ ഈ ഒരു സോങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്ങുകൾ നമുക്കിതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് നമ്മുടെ ഫോണിലൊക്കെ വന്നിട്ടുള്ളത്. ഇനിയൊരു അപ്ഡേഷൻ നിങ്ങളിൽ വന്നിട്ടില്ല എങ്കിൽ എങ്ങനെ വരുത്താമെന്ന് നോക്കാം നമുക്ക്. ഞാൻ ബാക്കിലോട്ട് വരാം. അതിനായിട്ട് ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ ഞാൻ എൻ്റെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതെങ്ങനെ വരുത്താൻ നോക്കാം. നമുക്കിവിടെ ഞാൻ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഇങ്ങനെ ഡൗൺ ചെയ്തിട്ടുണ്ട്, താഴോട്ട് വലിച്ചു. അതിനുശേഷം ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. നേരത്തെ ഇവിടെ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പെൻസിൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ മറ്റേതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഫോണിലെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു പെൻസിൽ ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് എന്തെങ്കിലും നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ ഫോണിലേക്ക്, നമ്മുടെ ഹോം സ്ക്രീനിലേക്ക്, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് വരാത്ത സംഭവങ്ങൾ നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും സംഭവങ്ങൾ ഞാനിവിടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇനി നമുക്കിവിടെ വേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സോങ് സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? ഇത് ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടേക്ക് തന്നെ വരും. കണ്ടില്ലേ? സോങ് സെർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിലേക്ക് വരും. ഇനി നമുക്ക് താഴെ കാണുന്ന രണ്ടെന്നതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിലോട്ട് വന്ന് ഇനി നമുക്ക് ഒന്നുകൂടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ല എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.